അല്ല, അതൊക്കെ വരട്ടെ. ഞാൻ പറഞ്ഞല്ലോ, അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരള രാഷ്ട്രീയത്തിൽ വിസ്മയമുണ്ടാകുന്ന തരത്തിൽ UDFിൻ്റെ അടിത്തറ വിപുലീകരിക്കും. അതെങ്ങനെയാണെന്നുള്ളതിൻ്റെ വിശദീകരണമൊന്നും ദയവ് ഇതിപ്പോൾ ചോദിക്കുന്നത്. എല്ലാ ദിവസവും ഒരേ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്താ കാര്യം? എല്ലാ ദിവസവും പറയേണ്ട കാര്യമില്ലല്ലോ. രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് എല്ലാ ദിവസവും ഒരേ ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവില്ല. ഒരു പ്രാവശ്യം പറഞ്ഞാൽ അതാണ് ഉത്തരം. അങ്ങനെയല്ലല്ലോ. അത് പറഞ്ഞല്ലോ, പിന്നെ എല്ലാ ദിവസവും അത് ചോദിക്കണം എന്തിന്? അതൊക്കെ പറഞ്ഞല്ലോ, ഇന്നലെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി എല്ലാ ദിവസവും അത് പറഞ്ഞ് പിന്നെ അതുണ്ടാക്കണം. ഞാൻ പറഞ്ഞല്ലോ, അവസാന കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞല്ലോ. ഇനി എന്തിനാ എല്ലാ ദിവസവും അത് തന്നെ ചർച്ച ചെയ്യണം? വേറെ എന്തെല്ലാം ഞങ്ങളിപ്പോൾ അങ്ങനെ ഒരു അജണ്ട പുറത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ തീർച്ചയായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വിലയിരുത്തും. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആ ഒരുക്കങ്ങൾ ഞങ്ങൾ വിലയിരുത്തും. രാഷ്ട്രീയ കാര്യങ്ങൾ, സമകാലികമായ രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം വിലയിരുത്തും. അതൊക്കെ തന്നെയാണ് അജണ്ട. ടീം UDFിൻ്റെ വിജയമാണ് നിലമ്പൂരിൽ കണ്ടത്. അത് ഒരു വ്യക്തി കേന്ദ്രീകൃതമല്ലത്, വ്യക്തി കേന്ദ്രീകൃതമല്ല. ടീം UDF ആണ്. അതായത് വിവിധ പാർട്ടികളുടെ കോൺഫെഡറേഷനാണ് UDF, പ്ലാറ്റ്ഫോമാണ്. പക്ഷേ ആ വിവിധ പാർട്ടികളുടെ പ്ലാറ്റ്ഫോം ഒരു പാർട്ടിയെ പോലെ പ്രവർത്തിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. മുതിർന്ന നേതാക്കളുടെ ഗൈഡ് ലൈനും അവരുടെ അനുഗ്രഹങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ചെറുപ്പക്കാരുടേത് എൻ്റെ അടുത്ത് നിൽക്കുന്ന ശ്രീ ചാണ്ടി ഉമ്മൻ 3000 വീട് കയറിയ ആളാണ്. കേരളത്തിലെ ഒരു യുവനിര, രണ്ടാം നിര കോൺഗ്രസിലും UDFിലും ഉണ്ട്. ഒരു രണ്ടാം നിര, അത് ജനങ്ങൾക്കിഷ്ടമുള്ള, ജനങ്ങൾ സ്നേഹിക്കുന്ന, കഠിനാധ്വാനം ചെയ്യുന്ന UDFിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള മുന്നണി പോരാളികളാണ്. അവരും കൂടിയാണ് ഈ വിജയത്തിൻ്റെ ശില്പികൾ. അപ്പോൾ ഒരു പക്വതയേറിയ മുതിർന്ന ആളുകളും യുവത്വം തുളുമ്പുന്ന ഒരു രണ്ടാം നിരയും ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ വലിയ വിജയം ഉണ്ടായത്. ടീം UDF ഒരു വ്യക്തിക്ക് അവകാശപ്പെട്ടതല്ല. ഞാൻ ഒരു കാര്യവും പറയില്ല അതിനെ സംബന്ധിച്ച്. വിസ്മയം ഉണ്ടാവും കേരള രാഷ്ട്രീയത്തിൽ. ഞാൻ എന്ന വ്യക്തി ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഞാൻ UDF എടുത്ത തീരുമാനം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാം കൂടി അത് ഞാനെടുത്ത തീരുമാനമാക്കി. UDF ഏകകണ്ഠമായിട്ട് എടുത്ത തീരുമാനമാണ് UDF. നിങ്ങൾ എൻ്റെ പേര് പറയരുത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പേര് പറഞ്ഞ് ഇങ്ങനെ എന്നെ സഹായിക്കരുത്. ടീം UDF എന്ന് നിങ്ങൾ എപ്പോഴും പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പേര് പറഞ്ഞ് എന്നെ സഹായിക്കരുത്. ഞങ്ങളത് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി അതൊരു വിവാദമാക്കണ്ട. ചില കാര്യങ്ങൾ നമുക്ക് എല്ലാ ദിവസവും പറയേണ്ട കാര്യങ്ങൾ. അദ്ദേഹം അങ്ങനെ പറഞ്ഞായിട്ട് എനിക്കറിയില്ല. എനിക്കറിയില്ല. ഞാൻ നോ കമൻസ്.